മടങ്ങിയെത്താം താങ്കളിലേക്ക്. ലിസ് മാത്യു കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി ലിസ് മാത്യു, ഇവിടെ ഒന്ന് മമതാ ബാനർജി ഏതാണ്ട് ഇന്ത്യ മുന്നണി വിട്ടതുപോലെയാണ് വർത്തമാനം പറയുന്നത്. ഇന്നലെ മുതൽ അവർ പറയുന്നത് ഞാനാണ് ഈ പേര് ഉണ്ടാക്കിയത്, പക്ഷേ ഇന്ത്യ മുന്നണി യോഗത്തിലേക്ക് പോയപ്പോൾ അവിടെ CPM കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു എന്നുള്ള 34 വർഷം ഞങ്ങളെ ഭരിച്ചവരുടെ ഉപദേശം ഞങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമില്ല എന്നാണ് മമതാ ബാനർജി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇന്ന് കുറച്ചുകൂടി കടത്തി പറഞ്ഞു, കോൺഗ്രസുമായിട്ട് ഇനി സഖ്യ ചർച്ചയില്ല, അവർ വേണമെങ്കിൽ വരട്ടെ എന്നുള്ള നിലപാടാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ഈ സഖ്യം മുന്നോട്ട് പോയില്ല എങ്കിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷിയാണ് തൃണമൂൽ കോൺഗ്രസ്. ആ തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണി വിട്ടുപോകുന്നു എന്നുള്ളത് വലിയ തിരിച്ചടിയായിരിക്കും ആ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം. ഒന്ന്. രണ്ട്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രണ്ടിനപ്പുറത്തേക്ക് ഒരു സീറ്റ് കൂടുതൽ കിട്ടിയാൽ അത് തന്നെ നേട്ടമാണ്, ആ നേട്ടം ഇല്ലാതാകും. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് പോൾ സിനാരിയോ ഉണ്ടാവുകയാണ് എങ്കിൽ, മമത ഒറ്റക്കാണ് മത്സരിക്കുന്നത് എങ്കിൽ, ഇന്ത്യ മുന്നണിയുടെ കീഴിലല്ല എങ്കിൽ, മമതയുടെ ഒരു 20 മുതൽ 30 വരെയുള്ള സീറ്റുകൾ വൾണറബിളായി അവിടെ നിൽക്കുകയല്ലേ ചെയ്യുന്നത്. മമത ഇന്നിപ്പോൾ ഏതാണ്ട് അത് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് ശേഷം കാര്യങ്ങൾ പരിശോധിച്ച് തീരുമാനമെടുക്കുമെന്ന്. അത് തിരിച്ചടി എന്ന വാക്കിനപ്പുറത്തേക്ക് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആ നില വളരെ അപകടകരം കൂടിയല്ലേ ശ്രീമതി ലിസ് മാത്യു? തീർച്ചയായിട്ടും മമതാ ബാനർജി ഇതേ നിലപാടാണ് തുടരുന്നതെങ്കിൽ അപകടകരമാണെന്ന് കോൺഗ്രസ് ജയറാം രമേശ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇത് ജയറാം രമേശ് പറഞ്ഞത് ഇതിന്റെ ഇന്ത്യ മുന്നണിയുടെ ഒരു പില്ലാർ തന്നെയാണ് മമതാ ബാനർജിയും TMCയും. അതില്ലാതാകുകയാണെങ്കിൽ അതിന്റെ എന്താണ് ഒരു ഷോക്ക് ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാവുമെന്നും ഇന്ത്യ മുന്നണിയുടെ പ്രസക്തി തന്നെ ഇല്ലാതാകുമെന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. അത് കോൺഗ്രസിന് തന്നെ അറിയാം. പക്ഷേ നികേഷ്, ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ഒരാഴ്ച മുമ്പ് മമതാ ബാനർജിയാണ് ഇന്ത്യ മുന്നണിക്ക് ഖാർഗെയെ നേതാവാക്കാനും അതിനകത്ത് നിതീഷ് കുമാറിനെ കൺവീനർ ആക്കുമ്പോൾ കൺവീനർ ആക്കാൻ മമത സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ അംഗീകരിക്കില്ല എന്നും നിതീഷ് കുമാർ പറഞ്ഞതുമല്ല. അതുകൊണ്ട് ഇത് കഴിഞ്ഞ കുറെ ദിവസങ്ങളിൽ ഉണ്ടായ 2-3 ദിവസങ്ങളിൽ ഉണ്ടായ ഒരു മാറ്റമാണ്. തീർച്ചയായിട്ടും മമതാ ബാനർജി 22 അന്നത്തെ ദിവസത്തെ നമുക്കറിയാം, കോൺഗ്രസിന്റെ നിലപാടിനെ കോൺഗ്രസിൽ തന്നെ വളരെയേറെ ആൾക്കാർ കുറ്റപ്പെടുത്തിയതും അയോധ്യ രാമ ജന്മഭൂമി കോൺസെൻട്രേഷനുമായിട്ട് സംബന്ധിച്ച് കോൺഗ്രസിന്റെ നിലപാടിനെ എല്ലാവരും കുറ്റപ്പെടുത്തി. പാർട്ടിയിൽ നിന്ന് തന്നെ വളരെയധികം വിമർശനങ്ങൾ ഉയർന്ന ഒരു ഇതിലാണ് മമതാ ബാനർജിയുടെ അന്നത്തെ പ്രസ്താവന. ഈ രാഷ്ട്രീയത്തിൽ നികേഷിനോട് അത് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ഈ രാഷ്ട്രീയത്തിൽ ഓരോ ദിവസത്തെയും നിലപാടിന് മാറ്റമുണ്ട്. അത് അവർ കോണ്ടെക്സ്റ്റ് അനുസരിച്ചാണ് എടുക്കുന്നത്. ഇതിന്റെ അർത്ഥം ഇന്ത്യ മുന്നണി തകർന്നെന്നാണെന്ന് എനിക്കിപ്പോ തോന്നുന്നില്ല. ഇത് അതിന് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ പഞ്ചാബിൽ നിന്ന് മുഖ്യമന്ത്രി ഓൾറെഡി അനൗൺസ് ചെയ്ത് കഴിഞ്ഞു കോൺഗ്രസുമായിട്ട് അലയൻസ് ഇല്ല എന്ന്. ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ സാധാരണ ഒരു കോയലീഷൻ ഫോം ചെയ്യുമ്പോൾ വരുന്നത്, ഇപ്പോൾ നമുക്കറിയാം ബീഹാറിൽ അതിന്റെ ചില ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതായത് ഒരു തങ്ങൾക്ക് ആവശ്യമായ നമുക്ക് ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു സ്പേസ് ഒക്യുപ്പൈ ചെയ്യാനായിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് വരും. ഇത് ഇത് അത് മാത്രമല്ല, ഞാനൊരു പോസിബിലിറ്റി പറഞ്ഞതാണ്. അതുകൊണ്ട് ഇന്നത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ 22-ാം തീയതി മമതാ ബാനർജി നടത്തിയ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഇതിനെ അളക്കാൻ സാധിക്കില്ല. മമതാ ബാനർജിക്ക് പാർട്ടിക്കുള്ളിൽ തന്നെ വളരെയധികം പ്രഷർ ഉണ്ട്. ശരിയാണ്, അവര് അനിഷേധ്യ നേതാവാണ്. പക്ഷെ എങ്കിൽ തന്നെയും പാർട്ടിക്ക് അകത്തു നിന്ന് അവർക്ക് അഭിപ്രായമുണ്ട്. കോൺഗ്രസുമായിട്ടുള്ള ഒരു സഖ്യം അത് സ്വാഭാവികമായിട്ട് ലെഫ്റ്റിനെ കൂട്ടിയാണ് വരുന്നത്, അത്ര സീറ്റ് കൊടുക്കുക, അങ്ങനെ കുറേയേറെ പ്രഷറുകളുണ്ട്. ഇതിനെയെല്ലാം വിസ്റ്റാൻഡ് ചെയ്യാനായിട്ട് നേതാക്കന്മാർ പല നടപടികളും എടുക്കും. അതിനകത്ത് ചിലപ്പോൾ അതിൽ അങ്ങനെയുള്ള ഒരു നടപടി ആയിരിക്കാം. ഇപ്പോൾ ഭഗവന്ത് മാൻ പഞ്ചാബിൽ പറഞ്ഞതും അങ്ങനെ ഒരു നടപടി ആയിരിക്കാം. അതുകൊണ്ട് ഇത് ഇപ്പോൾ തന്നെ അവർ പറഞ്ഞു കഴിഞ്ഞു, ചർച്ചകൾ നടക്കും. ജയറാം രമേശിന്റെ സ്റ്റേറ്റ്മെന്റിനകത്തു നിന്ന് വ്യക്തമാകുന്നത് കോൺഗ്രസ് സ്വാഭാവികമായിട്ടും ഷോക്കായി പോയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ഇത് നടക്കും. പിന്നെ സോണിയാഗാന്ധിയെ എന്ന് പറയുന്ന നേതാവിനെ മമതാ ബാനർജിക്ക് വളരെ ബഹുമാനമുള്ള ആളാണ്. സോണിയാഗാന്ധി ഇടപെട്ടിട്ടില്ല. സോണിയാഗാന്ധി ഇതുവരെ ഇപ്പോൾ ചിത്രത്തിലില്ല. അങ്ങനെ കുറേയേറെ കടമ്പകളുണ്ട്. ഇതെല്ലാം മറികടന്ന് ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി ഒരേ ഇതിൽ വന്ന് BJPക്ക് എതിരെ മത്സരിക്കുമെന്നും ജയിക്കുമെന്നും അല്ല ഞാൻ പറയുന്നത്. രാഷ്ട്രീയത്തിൽ ഇത്തരമുള്ള ഒരു സ്റ്റേറ്റ്മെന്റിന്റെ അല്ലെങ്കിൽ ഒരു ദിവസത്തെ സംഭവം കൊണ്ട്
നമുക്ക് അതിന്റെ ഫ്യൂച്ചർ അല്ലെങ്കിൽ വലിയ അസസ്മെന്റ് നടത്താൻ പറ്റില്ല എന്ന് എന്നേക്കാൾ കൂടുതൽ അത് നികേഷിന് അറിയാം. കേരളത്തിലെ പോലെ ഒരു സംസ്ഥാനത്ത് പോലും അതിന് അത്തരം നടപടികളും അത്തരം ഇതും നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ട് പക്ഷേ ഇതല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഇവിടെ സംസാരിച്ച ആൾക്കാർ പറഞ്ഞതെല്ലാം ശരിയാണ്. അതായത് ഇങ്ങനെ ഒരു സംഭവം നടന്നില്ലെങ്കിൽ ഇന്ത്യ മുന്നണിയെ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാര്യം സ്വാഭാവികമായിട്ടും മമതാ ബാനർജിയും ആം ആദ്മി പാർട്ടിയും പോയി കഴിഞ്ഞാൽ ശരത് പവാർ എന്തിനാണ് നിൽക്കുന്നത്? അങ്ങനെ ഓരോരുത്തർക്കും അതിൻ്റെതായ അവരുടേതായ പ്രഷറുകളും അതുമെല്ലാം ഉണ്ടാവും. ഇതിനെയെല്ലാം തരണം ചെയ്ത് അവർ ഒറ്റയടിക്ക് ഇതിപ്പോ നമ്മൾ നോക്കണം. BJP പോലെ ഒരു മുന്നണി അല്ല. BJPയുടെ മുന്നണി NDA എന്ന് പറയുന്നത്. BJP അതിലൊരു വലിയ ശക്തിയും അതിനകത്ത് ബാക്കിയുള്ളവരെല്ലാം ഫാർ ബിഹൈൻഡ് ആയിട്ടുള്ള ചെറിയ പാർട്ടികളുമാണ്. അവർക്ക് BJP ആയിട്ട് ഒരു ഡിപ്പെൻഡബിലിറ്റി, ഒരു BJPയെ ഡിപ്പെൻഡ് ചെയ്യണം അല്ലെങ്കിൽ BJPയെ റിലേറ്റ് ചെയ്ത് എല്ലാം പറ്റുകയുള്ളൂ. ഈ മുന്നണിയിൽ അങ്ങനെയല്ല. ഇവിടെ തുല്യ ശക്തികളാണ്. ശരിയാണ്, കോൺഗ്രസ് ഒരു നാഷണൽ പാർട്ടിയാണ്, എല്ലാ സംസ്ഥാനത്ത് പ്രസൻസ് ഉണ്ട്, മറ്റു പാർട്ടികൾക്ക് ഇല്ലാത്ത ഒരു കാര്യം. പക്ഷെ മറ്റു പാർട്ടികൾക്ക് അവരുടെ ഭരണമുണ്ട്, അവർക്ക് മറ്റു റിസോഴ്സസ് ഉണ്ട്. അത് മാത്രമല്ല ലോക്സഭയിൽ ഇപ്പോഴുള്ള അവർക്ക് MP-മാരുണ്ട്, MLA-മാരുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ അവർക്കെല്ലാം ഒരു തുല്യ ശക്തി ഉള്ള പാർട്ടികളാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് ഇത് നമുക്ക് കുറച്ച് ദിവസം കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും ഇന്ത്യ മുന്നണിയുടെ ചരമക്കുറിപ്പ് എഴുതാനായിട്ട്. ചരമക്കുറിപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. ഭാരത് ജോഡോ ന്യായ് യാത്ര നാളെ ബംഗാളിലേക്ക് കടക്കുകയാണ്. 2 വട്ടമാണ് ബംഗാളിലൂടെ യാത്ര കടന്നു പോകുന്നത്. നാളെ കുച്ച്ബിഹാറിലെ ബഷീർ ഹാട്ട് വഴി ബംഗാളിലേക്ക് എത്തുന്നു. 12ാമത്തെ ദിവസത്തെ യാത്ര ബംഗാളിൽ എത്തുമ്പോൾ ഈ ന്യായ് യാത്രയിലേക്ക് തങ്ങൾക്ക് ക്ഷണമില്ല എന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ പ്രധാന നേതാക്കൾ തന്നെ പറയുകയാണ്. മമതാ ബാനർജി അക്കാര്യത്തിൽ വേറെ മറുത്തൊന്നും പറഞ്ഞിട്ടില്ല. പങ്കെടുക്കില്ല എന്നുള്ളതും ഏറെക്കുറെ ഉറപ്പായ ഒരു സാഹചര്യമാണ്. ഈ ന്യായയാത്ര ബംഗാളിൽ വരുന്നു, അതിനോട് സഹകരിക്കാത്ത ഒരു തൃണമൂൽ കോൺഗ്രസ്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ ചരമക്കുറിപ്പ് ഇപ്പോഴേ എഴുതേണ്ട ഒരു സാഹചര്യത്തിലേക്ക് തൃണമൂൽ കോൺഗ്രസ് കാര്യങ്ങൾ എത്തിച്ചിട്ടില്ലേ? ഇല്ല. ഈ ഭാരത് ജോഡോ യാത്രയുടെ ആദ്യത്തെ ഇതിൽ തന്നെയും ഒരു ഒറ്റ ആകെ DMK മാത്രമേ ഉള്ളൂ ഓപ്പോസിഷൻ പാർട്ടിയിൽ നിന്ന് അങ്ങനെ ഇതായിട്ട് പുറത്തു വന്നുള്ളൂ. അതിനുശേഷവും ഇന്ത്യ മുന്നണിയുടെ പല മീറ്റിങ്ങുകളും നടന്നു. ഇവർ ഒരുമിച്ച് ചർച്ച ചെയ്തു. You are watching Reporter Evening Show.